ഒരിക്കൽ കൂടി എംഫേവർ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. LDC തിരുവനന്തപുരം പരീക്ഷ എഴുതിയ കുട്ടികൾ PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ കീ പ്രകാരം ഇവർക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകൾ ആയവ ശേഖരിക്കുകയും അത് പ്രകാരം ഒരു സർവേ റിപ്പോർട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ വെരിഫൈഡ് ഗ്രൂപ്പുകളിൽ പെയ്ഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കുട്ടികൾ മാത്രമാണ്, തിരുവനന്തപുരം പരീക്ഷ എഴുതിയവർ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. പ്രൊവിഷണൽ ഉത്തര സൂചിക പ്രകാരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അന്തിമ കീ വരുമ്പോഴേക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. കാരണം 5 മുതൽ 8 ചോദ്യങ്ങൾ വരെ ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടി വരുമെന്ന സാഹചര്യത്തോടു കൂടി അതിനായിട്ട് ഒബ്ജക്ഷൻ നൽകാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ ഇപ്രകാരം ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എത്ര ഡിലീഷൻസ് ഉണ്ടാകും എന്നുള്ളത്. അപ്പോ നിലവിൽ പ്രൊവിഷണൽ കീ പ്രകാരം കുട്ടികളുടെ മാർക്ക് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി വരാനിരിക്കുന്ന LDC ജില്ലക്കാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ബിലോ 35% കുട്ടികൾക്ക് 60 മാർക്കിന് താഴെയാണ് പ്രൊവിഷണൽ കീ പ്രകാരം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 55 മുതൽ 60 മാർക്ക് വരെയുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ തങ്ങൾ ഇന്നാകുമോ ഔട്ടാകുമോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് നിലനിൽക്കുന്നത്. കാരണം പലരുടെയും മാർക്ക് ഈ പറയുന്ന, ഞാൻ അതിലേക്ക് വരാം, പലരുടെയും മാർക്ക് കേട്ടിട്ട് എക്സാം ഈസി ആണെന്ന് പറയുമ്പോഴും 55 മുതൽ 60 വരെയുള്ള കുട്ടികൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണ്ട്. പഠിച്ചിരുന്ന കുട്ടികളിൽ അവരിൽ പലരും 60-ന് താഴെ പോകാനുള്ള പ്രധാന കാരണം നെഗറ്റീവ് മാർക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കറക്കിക്കുത്തൽ വിദഗ്ധന്മാര് പല രീതിയിലും വീഡിയോ ഇട്ട് നിങ്ങളെ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ആകർഷിച്ചേക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ കറക്കിക്കുത്തരുത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കറക്കിക്കുത്തി നിങ്ങളുടെ അവസരം ഇല്ലാതാക്കരുത്. ഇപ്രകാരം കറക്കിക്കുത്തി 10ഉം 20ഉം മാർക്ക് നഷ്ടപ്പെടുത്തിയിട്ടുള്ളവരാണ് 60-ന് താഴെ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം. ഇനി അല്ലാതെ പഠിക്കാത്തവരല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പഠിക്കാത്തവരല്ല അവരാരും, പഠിച്ചവർ തന്നെയാണ്. ഇനി 60 മുതൽ 65% വരെയുള്ള കുട്ടികളും 25.25% കുട്ടികൾ 60 മുതൽ 65 വരെ മാർക്കിൽ വന്ന് നിൽപ്പുണ്ട്. ഇവർക്കും നെഗറ്റീവ് മാർക്ക് കാര്യമായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാര്യമായിട്ട് മറ്റ് ബിലോ 60 വെച്ച് നോക്കുമ്പോൾ അവരുടെ ഭാഗ്യം കൊണ്ട് നെഗറ്റീവ് മാർക്കുകൾ അവയേക്കാൾ കുറഞ്ഞു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന 60 മുതൽ 65. അപ്പൊ ശ്രദ്ധിക്കണം, ബിലോ 60 അതുപോലെ തന്നെ 60 മുതൽ 65 എന്ന് പറയുമ്പോഴേക്കും ഇത്രയും കുട്ടികൾ വെയിറ്റിംഗിലാണ്. എന്ത് അന്തിമ കട്ട് ഓഫ് വരുമ്പോഴേക്കും ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഈ പറയുന്നവയിൽ റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല റിസർവേഷൻ കാറ്റഗറിക്കുള്ള വിഭാഗക്കാരുണ്ടല്ലോ അല്ലെ, അവർക്കൊക്കെ ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നാൽ കൂടിയിട്ടും ജോലി കിട്ടും. ഇനി 65 മുതൽ 70% വരെ 18.75% കുട്ടികൾ 65 മുതൽ 70 മാർക്ക് വരെ 18.75% വന്നിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഒരു പരിധി വരെ നെഗറ്റീവ് മാർക്ക് തന്നെയാണ് സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 70 മാർക്കിന് താഴെ വന്നിട്ടുള്ള കുട്ടികളെ എല്ലാം നെഗറ്റീവ് മാർക്കുകൾ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും എടുത്തു പറയാണ്, എന്റെ കുട്ടികളോട് ഞാൻ വീണ്ടും പറയാണ്, അടുത്ത് വരുന്ന ജില്ലകളിൽ ഇനിയുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾക്ക് കറക്കി കുത്തരുത്. പ്രത്യേകിച്ച് 1 വേർഡ് ചോദ്യങ്ങൾ. ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് നടത്താം. ഓക്കെ, ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് നടത്താനുള്ള സാഹചര്യമുണ്ട്. എങ്കിൽ കൂടിയിട്ടും അത് 50-50, നിങ്ങൾക്ക് 50-50 അറിയാമെങ്കിൽ മാത്രമേ ഹിറ്റ് ആൻഡ് ട്രയൽ നടത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ കയറി കറക്കി കുത്തി കഴിഞ്ഞാൽ പണി ഉറപ്പാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കാം, 70 മുതൽ 75% വരെയുള്ള കുട്ടികൾ 12.5%. ഇവര് തത്വത്തിൽ ഈ പറയുന്ന കുട്ടികൾ സേഫ് സോണിലാണ്. ഏത് 65 മുതൽ 70 എന്നുള്ളത് പ്രൊവിഷണൽ കീ പ്രകാരം വന്നിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ 70 മുതൽ 75 അതേ കീ പ്രകാരം വന്നിട്ടുള്ള കുട്ടികൾ സേഫ് സോണിലാണ്. ഇനി ഈ 70ഉം 71 ഒക്കെ ഉള്ള കുട്ടികൾ 70-ന് താഴെ വരും. എപ്പോ? അന്തിമ
കീ PSC പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്പർ ഓഫ് ഡിലീഷൻസ് കൂടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇവരുടെയൊക്കെ മാർക്ക് താഴെ വരും. അതുകൊണ്ട് 70, 71, 72 ആ ഒരു ബ്രിമ്മിൽ നിൽക്കുന്ന കുട്ടികൾ അന്തിമ ഫൈനൽ കീ വരുമ്പോഴേക്കും താഴെ വരും എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത്. ഇനി 75 മുതൽ 80% വരെയുള്ള കുട്ടികൾ ഇനി കാടിളക്കി ആരൊക്കെ വന്നാലും അവര് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. 75 മുതൽ 80% വരെയുള്ള കുട്ടികൾക്ക് ഇനി എങ്ങനെയൊക്കെ എത്രയൊക്കെ ഡിലീഷൻസ് വന്നാലും പോയാലും കൂട്ടിയാലും അവർക്ക് യാതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. 6.5% കുട്ടികളാണ് 75 മുതൽ 80 മാർക്ക് വരെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി എബോ 80 നോക്കിയേ 2%, അല്ലെ? ട്രോളന്മാർക്ക് എബോ 80 കാണുമ്പോൾ ഒരു തരം ചൊറിച്ചിലാണ്. ഈ 85, 86, 83 മാർക്ക് എന്ന് പറയുമ്പോഴേക്കും കുട്ടികളുടെ കമന്റിന് താഴെ വന്ന് കളിയാക്കുക, അല്ലെ? അപ്പോ ഇതിനൊക്കെയുള്ള ഒരു മറുപടി ലിസ്റ്റ് വരുമ്പോൾ ഇവർ കൊടുക്കുമെന്നുള്ളതാണ്. ശരിക്കും 80 മേലെ മേടിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണം 2%. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 80 മുതൽ 83 മാർക്ക് വരെയുള്ള കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. 85 എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. 85 മേലെയൊക്കെ, ഓക്കെ, 90 മേലെയൊന്നും ആരുമില്ല, അതാണ് സത്യാവസ്ഥ. എന്നാൽ 80 മുതൽ 83 വരെയാണ് ഏറ്റവും കൂടുതൽ. ഈ 2%-ൽ ഏറ്റവും കൂടുതൽ 80 മുതൽ 83 വരെ ഉള്ള കുട്ടികളാണ്. അവരിൽ ഈ പറയുന്ന അന്തിമ കീ വരുമ്പോഴേക്കും ഒരുപക്ഷെ 80-ന് താഴെ വന്നേക്കാം. എങ്കിൽ കൂടിയിട്ടും ആദ്യ 100 റാങ്കിലൊക്കെ അവരെ പ്രതീക്ഷിക്കാം. ആദ്യ 100 റാങ്കിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്രകാരം ഇനിയുള്ള പരീക്ഷകൾ നിങ്ങൾ ഈ ഒരു സർവേ നിങ്ങൾക്കൊരു ഗുണമുണ്ട്. ഈ കൊല്ലം ജില്ലക്കാരും അതുപോലെ ഇനിയിപ്പോ അടുത്ത് വരുന്ന കൊല്ലം ജില്ലക്കാരാണ്. ഇതേ ട്രെൻഡ് തന്നെ തുടരും. അപ്പോ നമ്മുടെ LDC തിരുവനന്തപുരം പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് മുഴുവൻ മാർക്കും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടെ നമ്മുടെ LDC കോഴ്സിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് GK ഹോട്ട് ടോപ്പിക്സ് എന്ത് പഠിക്കണം വേണ്ട എന്നുള്ളതിനെ പറ്റി, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. വീട്ടിലിരുന്ന് പഠിക്കുക. ഇനിയുള്ള 2-3 ആഴ്ച നിങ്ങൾ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് തന്നാൽ, മീൻസ് ഞങ്ങളുടെ നോട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള നാൾ ഞങ്ങൾ നൽകുന്നത് മാത്രം പഠിക്കുക എന്ന ലേബലോട് കൂടി പ്രയാണം എന്ന ഒരു സൂപ്പർ ബാച്ച് ക്രാഷ് കോഴ്സ് എംഫേവറിൽ ആരംഭിച്ചിട്ടുണ്ട്. എംഫേവർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. വെറും 1499 രൂപയുള്ളൂ. ലാപ്ടോപ്പ് വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലാസ്സുകളുണ്ട്, നോട്ടുകളുണ്ട്, മോക്ക് ടെസ്റ്റ്, ടെസ്റ്റ് സീരീസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ GK ഹോട്ട് ടോപ്പിക് നോട്ടുകളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഒരു ചോദ്യം പോലും ഇനിയുള്ള ഒരു പരീക്ഷകൾക്കും കറണ്ട് അഫയർ ഞങ്ങളുടെ നോട്ടിൽ നിന്ന് മിസ്സാവത്തില്ല. അത്രത്തോളം കാര്യമുണ്ട് ആ കറണ്ട് അഫയർ PDF നോട്ടിൽ. വാരി വലിച്ച് പഠിക്കണ്ട, ഫോക്കസ് ചെയ്ത് പഠിക്കാം. എല്ലാവിധ ആശംസകളും. നന്ദി. ഇതിനായിട്ട് 8891949239 എന്ന നമ്മുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും നൽകിയേക്കാം. താങ്ക് യു വെരി മച്ച്.